പോവാം. അതാണ് ഇന്നത്തെ സഭയുടെ സ്ഥിതി. കുട്ടികളെ തല്ലിക്കൊല്ലുന്നു. വീട്ടിൽ നിന്ന് വിടുന്ന കുട്ടികളെ അവിടെ ചാട്ടവാർ ഉപയോഗിച്ച് അടിച്ചടിച്ച് ചവിട്ടി കൊല്ലുകയാണ്, വെട്ടിക്കൊല്ലുകയല്ല. എന്താണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർമാർ കരയുന്നു. അവർ പറയുന്നു, ഈ കുട്ടിയെ കെട്ടിത്തൂക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഇന്റേണൽ ഇഞ്ചറി കൊണ്ട് വയറിലെ ആമാശയവും അതുപോലെ തന്നെ കിഡ്നിയും ലിവറും എല്ലാം കലങ്ങി, പാൻക്രിയാസും ഒക്കെ ഒന്നായി. ഒരു തുള്ളി വെള്ളമില്ല. നിർജ്ജലീകരണം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ 3 ദിവസം ഒരു കുട്ടിയായിട്ട് ഭേദിപ്പിച്ചു കൊന്നു. ആരാണ് ആ കുട്ടി? ഒരു പാത്രമുണ്ടാക്കുന്ന മൺപാത്ര നിർമ്മാണത്തിന്റെ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ നിങ്ങൾ ചവിട്ടിക്കൊന്നു. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? അവിടെയാണ് കൊടിക്കുന്നിൽ സുരേഷന്റെ പ്രസക്തി. എന്താണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്? 6 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത പ്രതിയെ നിങ്ങൾ രക്ഷപ്പെടുത്തി കൊടുത്തു. ഞാൻ മിനിഞ്ഞാന്ന് വാളയാറിൽ പോയിരുന്ന വാളയാറിലെ അമ്മ, അവരുടെ പേര് ഒരു ഐറണിയാണ്, ഭാഗ്യവതി എന്നാണ് അവരുടെ പേര്. ആ അമ്മയുടെ പേര് ഭാഗ്യവതി എന്നാണ്. അതാണ് കേരളത്തിലെ ഭാഗ്യവതികളുടെ സ്ഥിതി. അവിടെ CBIക്ക് വിട്ടിട്ട് ഒരു പ്രോസിക്യൂട്ടറെ വെക്കുന്നില്ല. അതാണ് നമ്മുടെ രാധാകൃഷ്ണന്റെ ഭരണം. അപ്പോൾ ഇവിടെ മധുവിന്റെ അമ്മ വരുന്നു. അവർക്ക് എന്നെ അറിയാം. അവർ സഹോദരിയും വന്നു. മല്ലികയും സരസയും എന്റെ കൂട്ടുകാരെ പോലെ പരിചയമുണ്ട്. ഇപ്പോൾ അവര് വരുന്നു. മല്ലികയും സരസയും ഭാഗ്യവതിയും ഒരു പന്തലിൽ വന്നിരിക്കുന്നു. എല്ലാവരും മക്കൾ നഷ്ടപ്പെട്ടവരാണ്, സഹോദരൻ നഷ്ടപ്പെട്ടവരാണ്, കുട്ടികൾ നഷ്ടപ്പെട്ടവരാണ്. വണ്ടിപ്പെരിയാർ, വാളയാർ, അട്ടപ്പാടി വെറ്ററിനറി കോളേജ്, ഇതാ നമ്മുടെ വീടിന്റെ നാട്ടിലുള്ള ശ്രീജിത്ത്, വരാപ്പുഴയിലെ ശ്രീജിത്ത് ആള് തെറ്റിപ്പിടിച്ചു കൊണ്ടുപോയി ചവിട്ടിക്കൊന്നു. വയറ്റത്താണ് ചവിട്ടുന്നത്. അങ്ങനെ ഈ നാട്ടിലെ അതേ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ കുട്ടികളെ, കുരുന്നുകളെ നിങ്ങൾ ഒന്നുകിൽ ചവിട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്തവരെ വെറുതെ വിടുന്നു, അവരെ സംരക്ഷിക്കുന്നു, പരാതിക്കാരന്റെ വീട്ടിൽ കയറി അടിക്കുന്നു. എന്തിനാണ് നാണം കെട്ട ഈ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത്? AKGO കൃഷ്ണപിള്ളയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയനെ തൂണിൽ പിടിച്ചു കെട്ടിയിട്ട് അടിക്കുമായിരുന്നു, മറ്റേ കുട്ടി അടിച്ചതുപോലെ. എന്തിനാണ് നടക്കുന്നത് പിണറായി? എന്തിനാണ് ഒരു MP ഗോവിന്ദൻ? നേരത്തെ സീസാർ പറഞ്ഞില്ല, MP ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ഇന്ന് പാർട്ടി സെക്രട്ടറി അല്ല, കണക്കപ്പിള്ളയാണ്. പിണറായി വിജയന്റെ മകൾ ഉണ്ടാക്കിയ കാശിന് കണക്കെഴുതുന്ന, ആ കാശിന് കണക്കെഴുതി കഥ പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി. ഈ പാർട്ടിയെ നമ്മൾ എതിർക്കുന്നതിനേക്കാൾ എന്ന് CPM-ന്റെ അണികൾ വെറുത്തിരിക്കുക. നമ്മൾ എതിർക്കാണ് ചെയ്യുന്നത്, അവര് വെറുത്തിരിക്കുന്നു. അവർക്ക് മതിയായി ഈ പാർട്ടി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു ശുദ്ധീകരണത്തിന്റെ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ മറ്റു ഞാൻ പറയുന്നില്ല. വലിയ അവസരം നമ്മുടെ മുന്നിലുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഒരു പോരാട്ടം നമ്മൾ നടത്തണം. അതിനുവേണ്ടി വരുമ്പോൾ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ 26 ഏപ്രിൽ 23 10ാമത്തെ ഉദയം. ഇവിടെ 26 തീയതി മറ്റൊരു 10ാമത്തെ ഉദയം ഈ മാവേലിക്കരയിൽ നിന്നുണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെയും എന്റെ പാർട്ടി CMP-യുടെയും അഭിവാദനം.